ഇന്ന് നമുക്ക് സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പം ഒരുപാട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം, അതല്ലാതെ പല രീതിയിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അല്ലാതെ വേറൊരു രീതിയിലാണ് നമ്മുടെ സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറും പിന്നെ നമ്മുടെ ഒരു ബീൻസ് അച്ചിങ്ങ ഉണ്ടല്ലോ, അച്ചിങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനും കൂടി ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ സദ്യകളായിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒന്നും കലങ്ങിപ്പോകാത്ത രീതിയിൽ തന്നെ നല്ല അത്യാവശ്യ കട്ടിയോട് കൂടിയിട്ടുള്ള സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം, അതല്ലാതെ നമുക്ക് തേങ്ങ അരച്ച് വറുത്തരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെയൊന്നും അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചുമന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാധാരണ സാമ്പാർ പരിപ്പെന്ന് പറഞ്ഞിട്ട് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, അത് വെച്ചിട്ടും ഉണ്ടാക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു പരിപ്പാണ് ഉള്ളതുകൊണ്ട് ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് പരിപ്പാണ് കടലപ്പരിപ്പ് ഒഴിച്ച് ബാക്കി ഏത് പരിപ്പാണ് കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം 4 പച്ചമുളക് മുഴുവനോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പരിപ്പിനാവും ഒറ്റ വിസിൽ മതി. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു പരിപ്പാണ് ഇത്. എന്നിട്ട് ഒരു വിസിൽ പോയതിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പാവക്ക ഒഴിച്ചിട്ടുള്ള എന്ത് പച്ചക്കറികളായാലും നമുക്ക് അരിഞ്ഞിട്ട് അത്യാവശ്യ വലുപ്പത്തോടു കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി നന്നായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറാണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരിയും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ. അതായത് എല്ലാം കൂടെ വെന്ത് വരുമ്പോൾ ഒരു അത്യാവശ്യം കട്ടി വേണ്ട, അല്ലെങ്കിൽ നന്നായിട്ട് കുറുകിയ സാമ്പാറായി പോവും. അപ്പോൾ ഇത്തിരിയും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ മതി. ഞാനിപ്പം മുരിങ്ങാക്കോലൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിരിക്കുന്നത്. 2-3 വിസിലാകുമ്പോൾ അത് കലങ്ങിപ്പോവും. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക ആദ്യം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകാണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ഇത് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയിടുക. എന്നിട്ട് ഇതും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു ഇതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുണ്ട്. നമ്മുടെ തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി വെണ്ടയ്ക്കയായിട്ട് കലങ്ങിപ്പോവും, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ സാമ്പാർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്നത് പൊടി നെയ്യിലിങ്ങനെ ഇതാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് സാമ്പാർ പൊടി എടുത്തതിന് ശേഷം അതിന് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കട്ടകളില്ലാതെ, അല്ല പൊടി ഡയറക്റ്റ് ഇതിലിട്ട് കഴിയുമ്പോൾ അവരുടെ കട്ടകളായിട്ട് കിടക്കും. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ നല്ല മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു അത്യാവശ്യ വേവ് ഒരു 80% കുക്ക് വെജിറ്റബിൾസ് ആയിട്ടുണ്ട്. നമ്മൾ ഒറ്റ വിസിലല്ലേ വിട്ടിട്ടുള്ളൂ. അപ്പം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് അത്യാവശ്യത്തിന് കുറുകി വരണം. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചിങ്ങ, നമ്മളിവിടെയൊക്കെ കോട്ടപ്പയർ എന്നൊക്കെയാണ് പറയണത്. ചില സ്ഥലത്ത് ബീൻസ് എന്നും പറയും. ബീൻസ് വേറെയും ഉണ്ട് കേട്ടോ. ഇതിനെ ചില സ്ഥലങ്ങളിൽ ബീൻസ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നെയ്യൊന്നും ഒഴിച്ച് കടുകൊന്നും ആദ്യമേ പൊട്ടിക്കാതെ തന്നെ ഈ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുക. പയറിട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് വെള്ളവും
ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു വേറെ തന്നെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ നാടൻ സ്റ്റൈൽ എന്ന് പറയും. നാടൻ സ്റ്റൈലിൽ പയർ ഉപ്പേരി, പയർ വറവ്, പയർ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് 2-3 പീസ് തേങ്ങാക്കൊത്ത്, ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മുടെ ചെറിയ ജീരകമില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പയറിലേക്ക് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം വെജിറ്റബിൾസ് ഒന്നും കലങ്ങി പോകാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് കറക്റ്റ് വേവാണ്. നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കലങ്ങിപ്പോവും. ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അവിടുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. നമ്മുടെ സാമ്പാറുണ്ടല്ലോ അത് താളിച്ചൊഴിക്കണം. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. ഈ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നാടൻ കറിവേപ്പില. ഈ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ഇലകളൊക്കെ കുറച്ച് ചെറുതായിട്ട് കാണുന്നത്. അപ്പം അതും കൂടെ ഇതിലേക്ക് താളിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. പിന്നെ നമ്മളിവിടെ ഉപ്പേരി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏത് രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ പയറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അരച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്കിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ആ ഒരു ആവിയിൽ ഒന്ന് ഏറ്റവും ലോ സിമ്മിൽ വേണം ഇടാനായിട്ട്. അതിനുശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പാടൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പയർ ഉപ്പേരി നല്ല നാടൻ രീതിയിൽ ഇവിടെ റെഡിയാക്കി. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല സ്മെല്ല് വെച്ചാൽ നല്ല നാടൻ സ്മെല്ല്. നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞിങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പയറുപ്പേരിയും സാമ്പാറും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത്തിരി നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.